ഹിരോഷിമ. നിഷ്കളങ്കരായ ജനതയ്ക്കുമേൽ സാമ്രാജ്യത്വം ചൊരിഞ്ഞ കൊടുംഭീകരത. മഴ പെയ്തിറങ്ങുന്നപോലെ ജപ്പാനിൽ ദശലക്ഷത്തോളം നിഷ്കളങ്കമായ ജീവിതങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് മരണം തേടിയെത്തി. മനുഷ്യന്റെ പച്ച ശരീരം വെന്തുകരിഞ്ഞതിന്റെ മണവും പൊള്ളലേറ്റ മാംസകഷ്ണങ്ങൾ അവിടെ ഇവിടെയായി തൂങ്ങിക്കിടക്കുന്ന മനുഷ്യക്കോലങ്ങളും അനാഥമാക്കപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങളുടെ നിലവിളിയും മാരരോഗത്തിന് അടിമപ്പെട്ട യുവത്വങ്ങളുടെ നിസ്സഹായതയും ജപ്പാൻ സമ്മാനിച്ച മറക്കാനാവാത്ത ദിനങ്ങളാണ് 1945 ഓഗസ്റ്റ് 6-9 എന്ന ദിവസങ്ങൾ. ജപ്പാനിൽ ഹിരോഷിമ, നാഗസാക്കി എന്നീ നഗരങ്ങളിൽ അമേരിക്ക 2 പ്രാവശ്യം ആറ്റം ബോംബ് ആക്രമണം നടത്തി. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ ഒരു യുദ്ധമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം. മാസങ്ങളോളം ആളുകൾ പൊള്ളൽ മൂലവും റേഡിയേഷന്റെയും മറ്റു മുറിവുകൾ മൂലവും മരിച്ചുകൊണ്ടിരുന്നു. രക്ഷപ്പെട്ടവരിൽ പോലും 6 നീണ്ട വർഷങ്ങൾക്ക് ശേഷവും രക്താർബുദവും തൈറോയിഡും സ്തനാർബുദവും ശ്വാസകോശാർബുദവും മറ്റും ഉയർന്ന നിരക്കിൽ കണ്ടുവരുന്നു. 7 പതിറ്റാണ്ടിനു ശേഷവും ജീവിതകാലം മുഴുവനും കാൻസറിന്റെ ലക്ഷണങ്ങളും ഗർഭഛിദ്രവും ബാലമരണങ്ങളും കണ്ടുവരുന്നു. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ച സ്ഥലമാണ് ഹിരോഷിമ. ആദ്യമായി ആറ്റം ബോംബ് ആക്രമണം നടന്നത് ആ ദിവസമാണ്. ഹിരോഷിമ ദിനം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം. ലിറ്റിൽ ബോയി എന്നായിരുന്നു ബോംബിന്റെ പേര്. സൂര്യന് തുല്യം ഉയർന്നുപൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. പർവ്വതസമാനമായ പുക ഉയർന്നു പൊങ്ങി. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ ഒരു യുദ്ധമായിരുന്നു.